ആകെ പ്രശ്നായി. ഓ നശിപ്പിച്ചു. എന്തരാ? ഞാൻ അയച്ച മെസ്സേജ് മൊത്തം വിദ്യയുടെ ചേട്ടൻ കണ്ട്. മെസ്സേജ് മാത്രമേ അയച്ചിട്ടുള്ളൂ, വേറെ ഒന്നും അയച്ചിട്ടില്ലല്ലോ. അവള് ഇഷ്ടാന്ന് പറഞ്ഞപ്പോഴേ 4 ഫോട്ടോ അയച്ചു, വേറെ നോക്കിയില്ല. അപ്പൊ എന്റെ കാര്യത്തിന് ഒരു തീരുമാനമായി. എന്റെ അനിയനെന്ന് രാവിലെ അങ്ങാടി വെച്ച് അവന്റെ ഏട്ടൻ തല്ലി. എന്റെ അനിയനല്ല ആള്, അത് ചോദിച്ചു മേടിച്ചിട്ടുണ്ടാവും. അവന്റെ ഏട്ടനൊക്കെ തരണം. മുട്ടേട്ടാ, മുട്ടേട്ടാനെ സഹായിക്കോ? അവന്റെ കയ്യിന്ന് എനിക്ക് തല്ലു മേടിക്കാൻ പറ്റില്ല, ഒരാളും കൂടിയും വേണം. ഞാൻ ചെലവിന് തരാം, എന്നൊന്ന് സഹായിക്കാട്ടാ. അടി മേടിക്കാൻ പറ്റിയ ആള് ചുരുളിയാണ്. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടോ. ആ ജംഗ്ഷൻ വരെ എനിക്കൊരു ലിഫ്റ്റ് തരുമോ? അതിന് കാറ്റില്ല. ഞാൻ വീട്ടിൽ നിന്നേ 2 ഫാൻ കൊണ്ടുവരാം, അപ്പൊ കാറ്റുണ്ടാവുമോ? പോടോ. നിന്നെയൊക്കെ ഞാൻ എടുത്തോളാം. പോടാ പട്ടി. നീ ആരാണ്? ആ മൊട്ടാട്ടനാണോ? ഞാൻ കസ്റ്റമർ കെയർ ആണെന്ന് വിചാരിച്ച്. അതെയാ? ഓക്കെ, മൊട്ടാട്ടൻ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ആ സ്ഥലമില്ലേ അങ്ങോട്ടേക്ക് വാ. ഓക്കെ 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 ചുരുളി, ആൾ സെറ്റ്, നമുക്ക് പോവാം. എന്താ? ഒന്നുമില്ല, ഞാൻ നിനക്കൊരു സാധനം കാണിച്ചു തരാം, വാ. എന്റെ പൊന്നു മോനെ, നീ മലയാള സിനിമയിൽ നല്ലൊരു ആർട്ട് ഡയറക്ടർ ആവേണ്ട ആളാണ്. അത് ഞാൻ അവനോട് പറയാൻ നിൽക്കുക. അതെയാ? എന്നാ വേഗം വാ. പോവാ. ഇതിനൊരു കുറവില്ല അല്ലേ? എന്നെ അടിക്കുന്നു പറഞ്ഞവനെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളതിൽ ഇടപെടണ്ട, ഇത് എന്റെ പ്രശ്നമാണ്. അതന്നെ, അവൻ ജിമ്മാണ്, ഞാനെന്താ ജിമ്മല്ലേ? എന്തടോ ഇക്കാര്യം നിങ്ങൾ മറന്നേക്ക്. അവന്റെ കാര്യം ഞാൻ ഏറ്റു. എന്റെ ശരീരം മൊത്തം അങ്ങോട്ട് ചൂടാവുന്നുണ്ട്. എനിക്കൊന്ന് തണുക്കണം, അതായത് എനിക്ക് കുളിക്കണം. അപ്പുറത്തെ ഒരു പുഴയുണ്ട്, നമുക്ക് അവിടെ പോയി കുളിക്കാം. ഇയാള് കുളിക്കില്ലേ? വാടോ. ഈ പുഴയിൽ ആരും കുളിക്കുന്നില്ലേ? അതൊന്നും പറയാൻ പറ്റില്ല, എവിടെയാന്നറിയില്ല. മുട്ടേട്ടാ, ആ ആ ടൈറ്റ് ടേബിൾ കൂടെ എടുക്കുക. ടേബിള് 5 മണിക്ക് സാവിത്രി, 6:30 വസുമതി, 1 മണിക്ക് രമ, 8 മണിക്ക് വൈശാഖിന്റെ അമ്മായി, 8:30 ബോംബെ ആന്റി, 9 മണിക്ക് പട്ടാളക്കാരന്റെ ഭാര്യ ജയലേജ, 10 മണിക്ക് കനകയെടുത്തി. ഇപ്പോ സമയം എത്രയായി? 9:30 അല്ലേ? ഈ 9:30 ആയിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഇതിപ്പോ കല്യാണം എവിടെയെങ്കിലും ഉണ്ടായിരിക്കുമോ? ചിലപ്പോ അതായിരിക്കും. ഇവിടെ അടുത്ത് എവിടെയോ കല്യാണം ഉണ്ട്. അല്ല, വിനുക്കുട്ടനോട് പോയി അറിയില്ല. നമുക്ക് വാ നോക്കാം. ഇത് പിടിച്ചാദ്യം. വിനുക്കുട്ടാ, മോനെ വിനുക്കുട്ടാ, മോനെ എവിടെ പോയോ? എവിടേക്കാണ് ഈ തള്ളി കയറ്റിട്ട്? അതെ, ഞാൻ രാവിലത്തെ പ്രാഥമിക കാര്യം ചെയ്യാൻ ഞാൻ മറന്നു. എനിക്കത് ചെയ്തേ പറ്റൂ. കമാൺ പോയി. അതെ, ഞാനുണ്ട്. അതെ, ഞങ്ങളെ ടൂർ പോവുകയല്ല, തൂറാൻ പോവുകയാണ്. ഞാനില്ല.
വിദ്യാണ നിനക്ക് ഉമ്മന്റെ ഫിഗർ ചെയ്യാം. എടാ നിന്റെ ഡീറ്റെയിൽസ് സൗണ്ട് ഒന്ന് കുറയ്ക്കുവോ? അണ്ണ ഗ്യാസാണ്. എന്തോ ഭാഗ്യത്തിന് ഞാന് ബീഡി വലിക്കാത്തത് നന്നായി. അണ്ണ ചക്കിയ എന്റെ പൊന്നുമോനെ പ്ലാവ് മരം മൊത്തം നീ കുടുംബത്തോടെ തിന്ന് തീർത്ത് എന്നിട്ടിപ്പോ എന്റെ കുടുംബം കൂടി നീ അങ്ങനെ സ്ഫോടനം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇല്ലേ? പോരാടുന്ന്. ഇതാണ് വിദ്യാടേട്ടൻ. ഇയാളാണ് എന്റെ അനിയൻ തല്ലിയത്. താൻ ബോഡി ഗാർഡ് കൊണ്ടാണല്ലോ നടപ്പ്. എന്റെ ചുള്ളിയാണെ തൊട്ടാണ്ടോ? മാറിക്കടാ എന്താടാ? അതെ ഇവിടെ മൊത്തം അപ്പാടെ പൊടിയാണല്ലോ.